കിടിലൻ മോഡലുകൾ അവതരിപ്പിച്ചുകൊണ്ട് വാഹന പ്രേമികളെ കയ്യിലെടുക്കുകയാണ് 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ. എക്സ്പോയിൽ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു ഫുൾ ഇലക്ട്രിക് സ്കോഡ എൽറോക്ക്. ഇന്ത്യയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എൽറോക്ക്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ബ്രാൻഡിന്റെ ആസ്ഥാനത്ത് എൽറോക്ക് ഇവിയുടെ ആഗോള പ്രീമിയർ നടന്നിരുന്നു. എനിയാക് ഇവിക്കും ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന എപ്പിക് ഇലക്ട്രിക് എസ്യുവിക്കും ഇടയിലാണ് എൽറോക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പെട്രോൾ, ഡീസൽ പവർ ട്രെയിൻ ഓപ്ഷനുകളുമായി വരുന്ന കരോക്ക് എസ്യുവിയുടെ പൂർണ്ണ ഇലക്ട്രിക് പതിപ്പാണ് സ്കോഡ എൽറോക്ക് ഇവി. സ്കോഡയുടെ മോഡേൺ സോളിഡ് ഡിസൈൻ ശൈലിയെ അലങ്കരിക്കുന്ന സ്കോഡ എൽറോക്ക് ഇലക്ട്രിക് എസ്യുവിക്ക് 470 ലിറ്റർ ലഗേജ് കപ്പാസിറ്റിയുള്ള സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. പരമ്പരാഗത റേഡിയേറ്റർ ഫ്രണ്ട് ഗ്രില്ലിന് പകരം ഒരു ബ്ലാക്ക് പാനൽ ഉൾക്കൊള്ളുന്ന ഗ്ലോസി ബ്ലാക്ക് ടെക് ഡെക്ക് ഫേസ് ഇതിൽ കാണാനാകും. കോണ്ടോർഡ് ബോണറ്റിൽ പുതിയ സ്കോഡ ലെറ്ററിംഗ് ഉൾക്കൊള്ളുന്ന ആദ്യത്തെ മോഡൽ കൂടിയാണിത്. 19 മുതൽ 21 ഇഞ്ച് വരെ സൈസുകളിൽ വരുന്ന ബ്ലാക്ക് ഡോട്ട് വീലുകളാണ് എൽറോക്കിലുള്ളത്. എൽറോക്കിന് 4488 mm നീളം, 1884 mm വീതി, 1625 mm ഉയരം, 2765 mm വീൽ ബേസ് എന്നിവയും 470 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയും ലഭിക്കുന്നു. 9 എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാണ്. എന്നാലും ടിമിയാനോ ഗ്രീൻ എന്ന ഷെയ്ഡ് എൽറോക്ക് ഇവിക്ക് മാത്രമുള്ള കളറാണ്. മുന്നിൽ ട്വിൻ പിസ്റ്റൺ കാലിപ്പറുകളുള്ള വെന്റിലേറ്റഡ് ഡിസ്കുകളും പിന്നിൽ ഡ്രം ബ്രേക്കുകളുമുള്ള യൂണിറ്റുകളാണ് ബ്രേക്കിംഗ് ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ലോവർ ട്രയാങ്കിൾ ആർമുകളുള്ള മാക്സ് വെർസൺ ഫ്രണ്ട് സസ്പെൻഷനും 5 വെർട്ടിക്കൽ ആർമുകളുള്ള മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷനും ഒരു ടോർഷൻ സ്റ്റെബിലൈസറും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 9 എയർ ബാഗുകൾ, ലെയിൻ അസിസ്റ്റ് പ്ലസ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ട്രാഫിക് ജാം അസിസ്റ്റ്, എമർജൻസി അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്നിവയാണ് എൽറോക്ക് ഇവിയിലെ സ്റ്റാൻഡേർഡ് സുരക്ഷാ സവിശേഷതകൾ. ഫോക്സ് വാഗൺ ഗ്രൂപ്പിന്റെ മോഡുലാർ ഇലക്ട്രിഫിക്കേഷൻ ടൂൾ കിറ്റ് ആർക്കിടെക്ചറിൽ ഒരുങ്ങുന്ന സ്കോഡ എൽറോക്ക് ഇവി 59 kWh, 77 kWh എന്നിങ്ങനെ 3 ബാറ്ററി ഓപ്ഷനുകളിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എൻട്രി ലെവൽ 52 kWh വേരിയന്റുകൾക്ക് സിംഗിൾ ചാർജിൽ 370 km റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത്. റിയർ ആക്സിലിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ 167 bhp പവറും 310 Nm ടോർക്കും പുറപ്പെടുവിക്കുന്നു. 59 kWh ബാറ്ററി പാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫുൾ ചാർജിൽ 418 km ഡ്രൈവിംഗ് റേഞ്ച് നൽകുന്നു. പരമാവധി പവറും പീക്ക് ടോർക്കും യഥാക്രമം 210 bhp യും 310 Nm ആണ്. 77 kWh വേരിയന്റിന് WLTP സൈക്കിളിൽ 580 km ഡ്രൈവിംഗ് റേഞ്ച് ലഭിക്കും. ഇലക്ട്രിക് മോട്ടോർ 282 bhp പരമാവധി കരുത്തും 545 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. മണിക്കൂറിൽ 180 km ആണ് ഇവിയുടെ പരമാവധി വേഗത. സ്കോഡ എൽറോക്ക് ഇവി ഇന്ത്യയിൽ എത്തിയാൽ ഹ്യുണ്ടായി ക്രെറ്റ ഇവിക്ക് ഒരു മികച്ച എതിരാളി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം എൽറോക്ക് ഇവി സ്കോഡ ഇന്ത്യയിൽ പുറത്തിറക്കുമോ എന്ന കാര്യം ഇതുവരെ ഉറപ്പായിട്ടില്ല.